നമസ്കാരം. സൗത്ത് ആഫ്രിക്ക ഈസ് ബാക്ക്. രണ്ടാം T20 സൗത്ത് ആഫ്രിക്കയ്ക്ക് അത്യുജ്വലമായിട്ടുള്ള ഒരു ജയം. ഓൾ ക്രെഡിറ്റ് ടു സൗത്ത് ആഫ്രിക്ക. ഇന്ത്യക്ക് ഒരുപാട് മിസ്റ്റേക്സ് പറ്റി ഈ മാച്ചിൽ, എങ്കിൽ പോലും സൗത്ത് ആഫ്രിക്ക പ്ലേഡ് റിയലി വെൽ. ബാറ്റിംഗ് ലൈൻ ശരി, അതുപോലെ തന്നെ ബോളിംഗ് ലൈൻ ശരി, ആൻഡ് ഇൻ ദ ഫീൽഡ് ഓൾസോ സൗത്ത് ആഫ്രിക്ക ഔട്ട് പ്ലേഡ് ഇന്ത്യ എന്നുള്ളതാണ് വാസ്തവം. ഫസ്റ്റ് T20 ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ ഔട്ട് പ്ലേ ചെയ്തപ്പോൾ സെക്കൻഡ് T20 അതേപോലെ തന്നെ ഏകദേശം അതേപോലെ തന്നെ ഇന്ത്യയെ ഓൾ ഔട്ട് ആക്കിക്കൊണ്ട് ഈ മാച്ച് ജയിച്ചുകൊണ്ട് സൗത്ത് ആഫ്രിക്ക തിരിച്ചടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ മാച്ചിൻ്റെ പ്രത്യേകത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീകോക്ക് 90 runs of 48 balls, മാർക്രം 29 runs 28 ബോളിൽ, ഡൊണോവൻ ഫെരേര ആൻഡ് ഡേവിഡ് മില്ലർ ഡിഡ് റിയലി വെൽ, 30 runs of 16 balls, ഡൊണോവൻ ഫെരേര, ഡേവിഡ് മില്ലർ 20 runs 12 ബോളിൽ. അതുപോലെ തന്നെ ബോളിങ്ങിൽ സൗത്ത് ആഫ്രിക്കയുടെ യാൻസൺ 4 ഓവർ എറിഞ്ഞു, 2 വിക്കറ്റ് ഇട്ടു, 6.25 ആണ് എക്കോണമി, സൂപ്പർ ബോളിംഗ്. അതുപോലെ തന്നെ ഒട്ടീനിയൻ ബ്രാഡ്മാൻ 4 ഓവർ എറിഞ്ഞു, 4 വിക്കറ്റ് ഇട്ടു, 6 പുള്ളിയുടെ എക്കോണമി. ഇത്രയും വലിയൊരു സ്കോർ ചേസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു എക്കോണമിയിൽ ഇവർ രണ്ടുപേരും ബോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് അറിയാലോ. ആൻഡ് എങ്കിഡിയാണ് ഫസ്റ്റ് വിക്കറ്റ്, ഗില്ലിൻ്റെ വിക്കറ്റ് ഇട്ടുകൊണ്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് ബ്രേക്ക് ത്രൂ കൊടുത്തത്. ആൻഡ് ജോർജ് ലിൻ്റെ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ജോബിൽ വിക്കറ്റൊന്നും കിട്ടിയില്ല, പക്ഷേ 7.67 മിഡിൽ ഓവേഴ്സിൽ എറിഞ്ഞു പോയി. സോ എവറിത്തിങ് കെയിം ഗുഡ് ഫോർ സൗത്ത് ആഫ്രിക്ക. ടീം സെലക്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ റീസ ഹെൻഡ്രിക്സിനെ കൊണ്ടുവന്നു, അതുപോലെ തന്നെ ജോർജ് ലിൻഡെ കൊണ്ടുവന്നു, ഒറ്റീനിൽ ബ്രാഡ്മാനെ ടീമിനുള്ളിലേക്ക് കൊണ്ടുവന്നു. എവറിത്തിങ് വർക്ക് ഫോർ സൗത്ത് ആഫ്രിക്ക. അതാണ് സൗത്ത് ആഫ്രിക്കയുടെ കേസ്. ഇനി ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ബോളിങ്ങിൽ വളരെ മോശം ബോളിംഗ് പ്രകടനമായിരുന്നു. ഇപ്പോൾ ഇന്ത്യ 22 എക്സ്ട്രാസാണ് ഇന്നത്തെ മാച്ചിൽ കൊടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്ക ബാറ്റ് ചെയ്തപ്പോൾ. അതേസമയം സൗത്ത് ആഫ്രിക്ക കൊടുത്തത് വെറും 5 എക്സ്ട്രാസാണ്. അതാണ് ഏറ്റവും വലിയൊരു ഡിഫറൻസ്. ഫീൽഡിങ്ങും അതുപോലെ തന്നെ എക്സ്ട്രാസ് എറിഞ്ഞു. ഹർഷ്ദീപ് സിംഗ് ഒരു ഓവറിൽ എറിഞ്ഞത് 7 വൈഡാണ്. ആ ഓവറിൽ മൊത്തം 13 ബോൾ എറിഞ്ഞു ഹർഷ്ദീപ് സിംഗ്. അതുപോലെ തന്നെ മൊത്തത്തിൽ ബൂംറയുടെ എക്കോണമി നോക്കിയോ, ഹർഷ്ദീപ് സിംഗിൻ്റെ എക്കോണമി നോക്കിയോ, ഇറ്റ്സ് ഓൾ എബൌട്ട് 10. ഹർഷ്ദീപ് സിംഗ് 13 മേളിലാണ് കൊടുത്തത്, ബൂംറ അറൗണ്ട് 11 കൊടുത്തത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും എന്താ പറയുക സ്ട്രൈക്ക് ബോളേഴ്സ് ആയിട്ടുള്ള 2 പേരെ ഈ രീതിയിൽ എടുത്തിട്ട് പെരുമാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ തകർന്നു പോകുന്നതിൽ യാതൊരു അത്ഭുതവും ഇല്ല. എന്നാലും ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് വീണ്ടും ഇന്ത്യ ഈ ഒരു ബാറ്റിംഗ് ലൈനപ്പിൽ വരുത്തുന്ന റൊട്ടേഷൻ വെരി ഡിസപ്പോയിൻറ്റിങ്, വെരി പത്തറ്റിക്. അക്ഷർ പട്ടേലിന് നമ്പർ 3 ഇറക്കി വിട്ടത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായത്. ഒരു ആദ്യത്തെ പ്രാവശ്യം ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഗംഭീർ വീണ്ടും. സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ ഇന്ന് ഇന്നിങ്സ് കളിച്ചല്ലോ. തിലക് വർമ്മ നമ്പർ 3 നമ്പർ 4 വന്നിട്ട് സൂര്യകുമാർ യാദവ് പ്രോപ്പർ ബാറ്റ്സ്മാൻമാർ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു 200 മുകളിൽ ചേസ് ചെയ്യുന്ന ഒരു കളിയിൽ പ്രോപ്പർ ബാറ്റ്സ്മാൻമാരെ വിടാതെ അക്ഷർ പട്ടേലിനൊക്കെ വിട്ട്, അക്ഷർ പട്ടേൽ ഈസ് നോട്ട് എ ബാഡ് ബാറ്റ്സ്മാൻ അങ്ങനെയല്ല പറയുന്നത്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ റൂളുണ്ടല്ലോ. നമ്പർ 3 വന്ന് ബാറ്റ് ചെയ്യാൻ ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള സൂര്യകുമാർ യാദവോ അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ അനുസരിച്ച് ആരാണ് ഔട്ട് ആവുന്നതനുസരിച്ച് തിലക് വർമ്മയോ സൂര്യകുമാർ യാദവിന് വിടാം. പക്ഷേ അത് ചെയ്യാതെ അക്ഷർ പട്ടേലിനെ വിട്ടിട്ട് അക്ഷർ പട്ടേൽ ഇന്ന് അടിച്ചത് 21 ബോളിൽ 21 റണ്ണാണ്. 200 മേളിൽ ചേസ് ചെയ്യുന്ന ഒരു മാച്ചിൽ 21 ബോൾ 21 എന്ന് വെച്ചാൽ അൺബിലീവബിൾ. അതിനകത്ത് മാപ്പ് അർഹിക്കാത്ത ഒരു ഇന്നിങ്സ് ആയിട്ട് വേണം കരുതാനായിട്ട്. അത് അക്ഷർ പട്ടേലിൻ്റെ മിസ്റ്റേക്ക് അല്ല. ഈ എന്താ പറയുക തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്നുള്ള രീതിയിൽ ഓരോരുത്തർക്കും ഓരോ റോൾസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ശിവൻ ദുബെ ഇന്ന് ബാറ്റ് ചെയ്ത് തുടങ്ങി നമ്പർ 8 ഹീ ഈസ് നോട്ട് എ ഫിനിഷർ. ശിവൻ ദുബെ ഒരു നമ്പർ 5 കളിക്കേണ്ട ഒരു ബാറ്റ്സ്മാനാണ്. ഇപ്പോൾ നമ്പർ 5 കളിക്കാൻ ഇന്ത്യക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇന്ത്യ ഒരുപാട് ഈ ടാലൻറ്റ് ഒരുപാടായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടാണോ അതോ ഗംഭീറിൻ്റെ ഇതുപോലുള്ള സ്ട്രാറ്റജീസ് കൊണ്ടാണോ എന്താണെന്നറിയില്ല. എടുക്കുന്ന തീരുമാനങ്ങൾ, ഈ പ്രത്യേകിച്ച് ബാറ്റിംഗ് ലൈനപ്പിൽ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ മോശമായിരുന്നു. ഇന്ന് കുൽദീപ് യാദവ് കളിച്ചിരുന്നത് കുറച്ചും കൂടെ മെച്ചം ഉണ്ടായേനെ. ആൻഡ് എമംഗ് ഓൾ ഓഫ് ദിസ് നമ്മുടെ വരുൺ ചക്രവർത്തിയുടെ ബോളിംഗ് എക്സ്ട്രാordinary ഒരു രക്ഷയില്ല. പുള്ളിയെ റീഡ് ചെയ്യാൻ ഇപ്പോഴും ഈ ഒരു മാച്ചിലും പുള്ളിയെ റീഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സൂപ്പർ ബോളിംഗ് ബൈ വരുൺ ചക്രവർത്തി ആൻഡ് തിലക് വർമ്മ അടിപൊളി ബാറ്റിംഗ് ആയിരുന്നു. ഒരു രക്ഷയില്ല. വേറെ ആർക്കും ഇന്ത്യക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റില്ല. ജിതേഷ് ശർമ്മയ്ക്കൊന്നും പിടിച്ചാൽ കിട്ടുന്ന ഒരു റൺ റേറ്റ് അല്ലായിരുന്നു അവസാനം മാച്ചിൻ്റെ ഒരു അവസാനം. ആൻഡ് ഇനി സൗത്ത് ആഫ്രിക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക കിൻഡൻ ഡീകോക്കിൻ്റെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ ഈ ഒരു മാച്ചിൻ്റെ പ്രിവ്യൂവിൽ പറഞ്ഞിരുന്നു ഡീകോക്ക് ആൻഡ് മില്ലർ അവർ ഒന്ന് സൗത്ത് ആഫ്രിക്കയെ മൂവ് ഓൺ ചെയ്യേണ്ട സമയമെന്ന് പറഞ്ഞതും അടുത്ത മാച്ചിൽ തന്നെ ഡീകോക്കും അടിച്ചു. അതുപോലെ തന്നെ മില്ലറും വളരെ വാല്യുബിൾ ആയിട്ടുള്ള 20 റൺസ് 12 ബോളിൽ അടിച്ചിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഡീകോക്കിൻ്റെ ഇന്നിങ്സ് ഒരു രക്ഷയിലായിരുന്നു. അത് ഇന്ത്യയുടെ നട്ടലടിച്ചത് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ലെഗ് സൈഡ് ലൈനിലേക്ക് സ്ലൈറ്റ്ലി ലെഗ് സൈഡിൽ മിഡ് സ്റ്റംപിൽ വന്ന ബോളുകളെ 7 6 അടിച്ചാൽ 6 6 ലെഗ് സൈഡിലാണ് ഡീകോക്ക് അടിച്ചത്. ഒരെണ്ണം സ്ട്രൈറ്റ് ലോങ് ഓഫിലാണ് അടിച്ചത്. അപ്പോൾ ആലോചിച്ചാണ്. അതുപോലെ തന്നെ റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സ് ഡീകോക്ക് ഒരു രക്ഷയില്ലായിരുന്നു. ആ ഡീകോക്കും മാർക്രോയും കൂടെ ഉള്ള ഒരു പാർട്ട്ണർഷിപ്പിൽ റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സ് അടിപൊളിയായിരുന്നു. അതിനുശേഷവും ഡീകോക്ക് ഡബിൾസ് ഓടിയെടുത്തത്. എനിക്കൊന്ന് 6 7 ഡബിൾസ് ഡീകോക്ക് ഓടിയെടുത്തു. അത് ഒരു T20 മാച്ചിൽ വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ബൗണ്ടറീസും കൂടെ കണ്ടെത്തിയപ്പോഴത്തേക്ക് ഇന്ത്യക്ക് റൺ ഫ്ലോ അങ്ങോട്ട് പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചില്ല. ആൻഡ് മാർക്രം ആ ഒരു പാർട്ട്ണർഷിപ്പിൽ അവിടെ നിന്ന് കൊടുത്തത് വളരെ
ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ആൻഡ് വരുൺ ചക്രവർത്തി അടിച്ച 2 സിക്സ് എക്സെപ്ഷണലായിരുന്നു. ആ വിക്കറ്റ് വീണെങ്കിൽ പോലും അപ്പോൾ അവിടെ അടി വരേണ്ടത് സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം ബാറ്റിംഗ് ലൈനപ്പ് താഴേക്ക് ഒരുപാട് ബാറ്റ്സ്മാൻമാർ കിടക്കുമ്പോൾ അവിടുന്ന് മാർക്കറും കൂടെ അറ്റാക്ക് ചെയ്ത് തുടങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ ഒരു 2 സിക്സ് അടിച്ച് തന്നെ സൗത്ത് ആഫ്രിക്ക ഒരു ബൂസ്റ്റ് കിട്ടി. വിക്കറ്റ് പോയെങ്കിൽ പോലും പിന്നീട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റി. പക്ഷേ 15ാമത്തെ ഓവറിൽ ഇന്ത്യ തിരിച്ച് പിടിച്ചു കേട്ടോ. 15ാമത്തെ ഓവർ എത്തിയപ്പോഴത്തെ സൗത്ത് ആഫ്രിക്ക ഒരു 250 അടിക്കാൻ പറ്റുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അവിടുന്ന് സൗത്ത് ആഫ്രിക്ക ഇന്ത്യ ഒന്ന് പിടിച്ച് കെട്ടി. പിന്നെ അവസാനം മില്ലറും ഡൊണോവൻ ഫെറേഡയും എക്സെപ്ഷണൽ. ഡൊണോവൻ ഫെറേര രാജസ്ഥാൻ റോയൽസിന് ഒരു അസറ്റ് തന്നെയാണ്. സൂപ്പർ ഫിനിഷറായിട്ട് വരുന്നുണ്ട്. എനിവേ സൗത്ത് ആഫ്രിക്ക ബാറ്റിംഗ് അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ബോളിങ്ങിൽ വന്നപ്പോൾ യാൻസൺ വന്നിട്ട് വളരെ ക്രൂഷ്യലായിട്ടുള്ള 2 വിക്കറ്റ്, അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ്, സൂര്യകുമാർ യാദവിൻ്റെ വിക്കറ്റ്, എക്സെപ്ഷണൽ ബോളിംഗ്. യാൻസന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇന്ത്യക്ക് പണി കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ടെസ്റ്റ് ആയാലും ODI ആയാലും T20 ആയാലും അതിന് മാറ്റമില്ലാതെ ഇങ്ങനെ തുടരുകയാണ്. ഇനി നമുക്ക് വേറൊരു പോയിന്റിലേക്ക് വരാം. ശുഭ്മൻ ഗിൽ ഡക്കായിരിക്കുകയാണ് വീണ്ടും. 17 ഇന്നിങ്സ് ആയിട്ട് ശുഭ്മൻ ഗില്ല് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. T20 ഒരു 50 പോലും അടിച്ചിട്ടില്ല. വളരെ ഫോഴ്സ് ചെയ്ത് ആ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഒരു എന്താ പറയുക യുവ രാജകുമാരനെ ഇന്ത്യൻ ക്രിക്കറ്റ് ഇങ്ങനെ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരെയും മാറ്റി നിർത്തിയിട്ട് ജയ്സ്വാളുണ്ട്, സഞ്ജു സാംസൺ ഉണ്ട്, ഒരുപാട് പേരെ മാറ്റി നിർത്തിയിട്ട് ശുഭ്മൻ ഗില്ലിനെ അങ്ങനെ ഫോഴ്സ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. വെച്ചാൽ മുഴച്ചിരിക്കുമെന്ന് പറയുന്നത് ശുഭ്മൻ ഗില്ലിൻ്റെ കേസിൽ. ശുഭ്മൻ ഗിൽ ഒരു പ്യുവർ ക്ലാസിക് ബാറ്റ്സ്മാനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ബാറ്റ്സ്മാനാണ്. പക്ഷേ ഇന്ത്യ ഇപ്പോൾ കളിക്കുന്ന T20 അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മോഡേൺ T20 ക്രിക്കറ്റിന് ആപ്റ്റായിട്ടുള്ള ഒരു ബാറ്റ്സ്മാനാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പിച്ച് ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം സഞ്ജു സാംസണോ യശസ്വി ജയ്സ്വാലോ ഒക്കെ അവിടെ ഇതിലും ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്ന ഉള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശുഭ്മൻ ഗിൽ വീണ്ടും അടുത്ത മാച്ച്, ഇനി 3 മാച്ചുണ്ട്, വേണമെങ്കിൽ ഒരു 50 അടിച്ചേക്കാം. ഒരു റൺ ബോൾ 50 ഒക്കെ പുള്ളി അടിച്ചു കഴിഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച്. എന്തിന് എന്നുള്ളതാണ് ചോദ്യം. എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഈ പരീക്ഷണങ്ങൾ അക്സർ പട്ടേലിനെ വിടുന്നത്. ആൻഡ് സൂര്യകുമാർ യാദവിൻ്റെ സൂര്യകുമാർ യാദവ് ഇങ്ങനെ മുങ്ങി നടക്കുകയാണ്, ആരും ശ്രദ്ധിക്കാതെ. അതായത് ഒരുപാട് നാളായി നല്ലൊരു ഇന്നിങ്സ് കളിച്ചിട്ട്, ഒരുപാട് നാൾ. ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് കഴിഞ്ഞ IPL റൺ അടിച്ചല്ലാതെ ഇന്ത്യക്ക് വേണ്ടി T20 നല്ല രീതിയിലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് ഒരുപാട് നാളായി. ക്യാപ്റ്റനാണ്. കളി ജയിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ആരും അധികം ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. പക്ഷേ കളി തോറ്റു തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പിടിക്കും. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വെറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സ്കൈയുടെ ഫോം. സ്കൈ എന്തായാലും ഒരു ടോപ്പ് ക്ലാസ് ബാറ്റ്സ്മാനാണ്, വേൾഡ് ക്ലാസ് ബാറ്റ്സ്മാനാണ്. അതായത് T20 ഫോർമാറ്റിൽ നമ്പർ 1 ബാറ്റ്സ്മാനായിട്ട് നിന്നിരുന്നതാണ്. പക്ഷേ പുള്ളിയുടെ ആ ഒരു ശൈലി ഉണ്ടല്ലോ, ഇങ്ങനെ കളിക്കുക ഈ ഒരു കളി മാത്രമായിട്ട് മാറുന്നുണ്ടോ എന്ന് എനിക്ക് സ്കൈയുടെ കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പ്രോപ്പർ ക്രിക്കറ്റിംഗ് ഷോട്ട്സ് കളിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ബാറ്റ്സ്മാനാണ് സ്കൈ. അതിൻ്റെ മേളിൽ ഒരു എക്സ് ഫാക്ടറായിട്ട് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദി ബോക്സ് ഷോട്ട്സ് ആയിട്ട് പല ഷോട്ട്സ് സ്കൈ കളിക്കുന്ന പല ഷോട്ട്സ് യൂസ് ചെയ്യാന്നുള്ളതല്ലാതെ എല്ലാ മാച്ചും എല്ലാ ബോളും ഈ പരിപാടി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സ്കൈയുടെ പ്രശ്നമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ മാച്ചിൽ ഔട്ടായി നോക്കുകയാണെന്നുള്ളത് സ്ട്രൈറ്റ് ഒരു ബോൾ വന്നപ്പോഴും സ്ട്രൈറ്റ് ബാറ്റ് കളിക്കുന്നതിന് പകരം അതിനകത്ത് ഈ പറയുന്ന ഒരു സംഭവം എന്താ പറയുന്നത്, ഒരു സ്കൂപ്പ് ഷോട്ടിൻ്റെ ഒരു അംശം അതിൽ വരുന്നുണ്ട് സ്കൈയെ സംബന്ധിച്ച്. സോ അത് കുറച്ച് കൺഫ്യൂസിങ് ആവുന്നുണ്ടോ സ്കൈയെ സംബന്ധിച്ച് എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യമാണ്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വിറയിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ശുഭ്മൻ ഗില്ലിൻ്റെ ഈ ഒരു ഏറ്റുവെച്ച ഈ ഒരു പരിപാടിയും എന്തായാലും ഇന്ത്യൻ ഈ ഒരു പരാജയം ഇന്ത്യക്ക് ഇതിനകത്ത് ഈ ഒരു പരാജയം ഏറ്റുവാങ്ങിയെന്ന് വെച്ചിട്ട് ഇന്ത്യ മോശമാണ്. അടുത്ത മാച്ചിലോ ഇന്ത്യ ശക്തമായിട്ട് തിരിച്ചു വരും. ഒരു ബെറ്റർ സൈഡാണ് സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് T20 ടീമിനെക്കാട്ടിലും ഒരു ബെറ്റർ സൈഡ് തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തെറ്റുകൾ തിരുത്തി അവർ അടുത്ത മാച്ചിൽ ശക്തമായിട്ട് തിരിച്ചു വരും. പക്ഷേ സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് അവരുടെ ബെസ്റ്റ് കൊടുത്താലേ ഇന്ത്യക്കെതിരെ ജയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ, അതും ഇന്ത്യയിൽ. സോ അവരുടെ ടോപ്പ് ഓർഡർ നന്നായിട്ട് ബാറ്റ് ചെയ്തു, അവരുടെ ബോളേഴ്സ് നന്നായിട്ട് ബോൾ ചെയ്തു, ഫീൽഡേഴ്സ് ക്യാച്ചസ് എടുത്തു, എക്സ്ട്രാസ് കൊടുത്തില്ല. അതേ ഡിഡ് റിയലി വെൽ. നല്ല ക്രിക്കറ്റ് ഇന്നത്തെ ദിവസം സൗത്ത് ആഫ്രിക്ക കളിച്ചതുകൊണ്ട് ദേ ഡിസേർവ് ടു വിൻ. ഇന്ത്യയെ സംബന്ധിച്ച് വരുത്തിയ മിസ്റ്റേക്സ്, അതുപോലെ തന്നെ കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു പല കാര്യങ്ങളും. കുൽദീപ് യാദവിനെ കളിപ്പിക്കുന്ന കാര്യത്തിൽ ശിവൻ ദുബെക്ക് പകരം ഈസിയായിട്ട് കുൽദീപ് യാദവിനെ കളിപ്പിക്കാം. ശിവൻ ദുബെ ഒരു റോളും ഇല്ലാതാണ് ഇരിക്കുന്നത് ഇപ്പോൾ. അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കാരണം നമ്പർ 8 വരെ ബാറ്റിംഗ് വേണമല്ലോ നമുക്ക്. എന്തായാലും ഇതാണ് ഇന്നത്തെ മാച്ചിൻ്റെ ഒരു റിവ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഇന്ത്യ വരുത്തിയ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, ഇന്ത്യക്ക് പാളിച്ച പറ്റിയത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സൗത്ത് ആഫ്രിക്ക മികച്ചതായിട്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നിടം വരെ ബൈ.